ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി. ഇന്ന് നമ്മളൊരു വിദ്യാർത്ഥികൾക്കുള്ളൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് മെയിനായിട്ടും നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക്. അപ്പം അവരുടെ നേഴ്സിംഗ് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമൻറ്റായി അറിയിക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം ഈ വീഡിയോസ് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോസിലേക്ക് കടക്കാം. അപ്പം നേഴ്സിംഗ് പഠിക്കണമെങ്കിൽ സാധാരണ +2 സയൻസ് വിഷയം എടുത്ത് പഠിക്കണം അല്ലേ. അപ്പം പല സാഹചര്യങ്ങൾ കൊണ്ടും ചിലപ്പോൾ സമയത്തിന് അപ്ലൈ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടോ, അപ്പോൾ 10th മാർക്ക് കുറഞ്ഞത് പോയതുകൊണ്ടോ, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിൽ കിട്ടാതായത് കൊണ്ടോ മറ്റോ, അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്കൂളിലാണ് ഇതിനുള്ള സാഹചര്യം നമുക്ക് കിട്ടിയത്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് നേഴ്സിംഗ് +2 സയൻസ് വിഷയം എടുത്ത് പഠിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പം അവർക്കാണെങ്കിൽ മറ്റു വിഷയം എടുത്ത് +2 കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മനസ്സിലെ ആഗ്രഹം കൊണ്ട് പിന്നീട് നേഴ്സിംഗ് തന്നെ തിരഞ്ഞെടുത്ത് പോവുകയുമുണ്ട് ഹയർ സ്റ്റഡീസിനായിട്ട്. എന്നാൽ അവർക്ക് BSc നേഴ്സിംഗ് എന്നുള്ള കാറ്റഗറിയിൽ പഠിക്കാൻ കഴിയില്ല, കാരണം +2 സയൻസ് പഠിക്കാത്തതുകൊണ്ട്. എന്നാൽ അവർക്ക് മറ്റൊരു ഓപ്ഷനാണുള്ളത്, അത് ജനറൽ നേഴ്സിംഗ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ആ ജനറൽ നേഴ്സിംഗ് എടുത്ത് പഠിച്ച കുട്ടികൾക്ക് സാധാരണഗതിയിൽ നമ്മുടെ ഗവൺമെൻറ് പോലുള്ള സർവീസുകളിൽ, അതായത് PSc വഴിയാണല്ലോ നമ്മുടെ ഗവൺമെൻറ് സർവീസിലേക്ക് എല്ലാ നിയമനങ്ങളും പരീക്ഷകളും നിയമനങ്ങളും എല്ലാം നടത്തുന്നത്. അപ്പോൾ ആ PSc പരീക്ഷകൾ അപ്ലൈ ചെയ്യാനോ അത് അറ്റൻഡ് ചെയ്യാനോ അതിൽ ജോലി നേടിയെടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ജോലി നേടാനോ ഉള്ള അവസരം ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പം അതിലൊരു മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം അത് ഈ ജനറൽ നേഴ്സിംഗ് കുട്ടികൾക്ക് സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെല്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിലും അവർക്ക് ഈ ഗവൺമെൻറ് സർവീസിലേക്ക് കയറുക എന്നുള്ളൊരു ആഗ്രഹം എന്നും മനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു ആഗ്രഹം മാത്രമായിട്ട് നിൽക്കേണ്ട സ്ഥിതിയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് നേരെ കടക്കാം. അപ്പം പുതുതായി വന്ന ഒരു പത്രവാർത്തയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 12,000 പേർക്ക് ആശ്വാസം. +2 സയൻസ് ഇല്ലെങ്കിലും ഗവൺമെൻറ് നേഴ്സാകാം. +2 സയൻസ് ഇതര വിഷയങ്ങൾ പഠിച്ച ശേഷം ജനറൽ നേഴ്സിംഗ് കോഴ്സ് വിജയിച്ചവർക്ക് PSc വഴിയുള്ള നിയമനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിക്കാൻ ധാരണ. ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സ് കഴിഞ്ഞു കേരള നേഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്ത 12,000 പേർക്ക് ആശ്വാസമാകുന്ന നടപടിയാണിത്. സർവീസ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് ധാരണ. കേരളത്തിൽ GNMന് 2,500 സീറ്റുണ്ട്. സയൻസ് ഇതര വിഷയങ്ങൾ പഠിച്ച ഒട്ടേറെ കുട്ടികൾ ഇതര സംസ്ഥാനങ്ങളിലും പഠിച്ചു. ഇവർക്ക് കേരള നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും നൽകി. മറ്റു സംസ്ഥാനങ്ങളിൽ +2 സയൻസ് ഇതര വിഷയങ്ങൾ പഠിച്ചവർക്ക് സർക്കാരിൽ നേഴ്സിംഗ് നിയമനത്തിന് തടസ്സമില്ല. കേരളത്തിലാകട്ടെ സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നതിന് തടസ്സമില്ലെങ്കിലും സർക്കാർ സർവീസിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പം മറ്റു സംസ്ഥാനങ്ങളിൽ GNM കോഴ്സ് അഥവാ ജനറൽ നേഴ്സിംഗ് കോഴ്സ് പഠിച്ച കുട്ടികൾക്ക് ഇവിടെ അതിനുള്ള അഫിലിയേഷനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നൽകിയിട്ടുണ്ടെങ്കിലും അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും ഗവൺമെൻറ് സർവീസിൽ കയറാനുള്ള ഒരു അവസരം ഇതുവരെ നമ്മുടെ കേരള സർക്കാർ ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ GNM പഠിച്ച കുട്ടികൾക്കും സർക്കാർ സർവീസിൽ കയറുന്നതിനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പം ആ അവസരമാണ് ഇപ്പോൾ നമ്മുടെ സർക്കാരും നിലവിൽ കൊണ്ടുവരാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് നേഴ്സിംഗ് എന്നുള്ളൊരു ജോലി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇതൊരു സർവീസാണല്ലോ, ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, അതുപോലെ ഗവൺമെൻറ് സർവീസിൽ കയറണമെന്നും ആഗ്രഹിക്കുന്ന നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ നല്ലൊരു അവസരമാണ്. അതുകൂടാതെ ഒത്തിരി പേര് നല്ല സാഹചര്യമല്ല ഇവിടെ വർക്ക് ചെയ്യാന്നുള്ളത് കൊണ്ട് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ അധികം സാലറിയും കിട്ടില്ല, ഗവൺമെൻറ്റിൽ കയറാനും കഴിയില്ല എന്നുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശങ്ങളിലേക്ക് ജോലി അന്വേഷിച്ചിട്ട്, മെയിനായിട്ട് നേഴ്സിംഗ് ആണല്ലോ ഇപ്പോൾ എല്ലാവരും പഠിക്കുന്നത്, ഈ നേഴ്സിംഗ് പഠിച്ച് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറിപ്പോകുന്നൊരു സാഹചര്യം ഒരുപാടുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറവ് വരും എന്നുള്ളതും ഈ ഒരു തീരുമാനം കൊണ്ട് നടപ്പിലാകുമെന്നാണ് കരുതുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ, ഇന്ന് ചെറിയൊരു ഇൻഫർമേഷനാണ്. എന്നാൽ അത് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പൊതുജനങ്ങളിലും, അതായത് പുതുതായി വളർന്നു വരുന്ന പഠിച്ചു വരുന്ന കുട്ടികളിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസും കൂടിയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം ഒരുപാട് പേര് നേഴ്സിംഗ് പഠിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരിലേക്കെല്ലാം ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.